ഹായ് ഹലോ, എൻ്റെ പേര് സൂരജ് എന്നാണ്. എൻ്റെ നേറ്റീവ് പ്ലേസ് വന്നിട്ട് പാലക്കാടാണ് സ്വദേശം. കറൻ്റ്ലി ഇപ്പം ടെമ്പററി സെറ്റിൽഡ് ഇൻ ബാംഗ്ലൂർ. ഞാൻ 12th വരെ എൻ്റെ സ്കൂളിങ്ങും കാര്യങ്ങളെല്ലാം പാലക്കാട് തന്നെയായിരുന്നു. കഴിഞ്ഞിട്ട് 12th ശേഷം ഞാൻ പിന്നെ എൻജിനീയറിംഗ് ആണ് ചെയ്തത്. ബിടെക് ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ട്രിവാൻഡ്രത്തായിരുന്നു. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം ഗവൺമെൻറ് കോളേജിലായിരുന്നു എൻ്റെ ബിടെക് എന്ന് വെച്ചാൽ UG എല്ലാം കംപ്ലീറ്റ് ചെയ്തത് അവിടെയായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇൻ 2014 ഞാൻ പാസ് ഔട്ടായി. അത് കഴിഞ്ഞിട്ട് ഒരു എക്സാമുകളൊക്കെ എഴുതി ആൻഡ് ഫൈനലി ഒരു 2016 1 ഇയർ ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ആൻഡ് 2015 ശേഷമാണ് ഞാൻ ജോയിൻ ചെയ്തത് റെയിൽവേസിൽ. സോ നൗ ഏകദേശം ഒരു 9 years ഓഫ് സർവീസ് ഉണ്ട് റെയിൽവേസിൽ. ആൻഡ് കറൻ്റ്ലി ഐ എം വർക്കിംഗ് ആസ് സീനിയർ സെക്ഷൻ എഞ്ചിനീയർ ഇൻ ഇന്ത്യൻ റെയിൽവേസ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ആൻഡ് റിഗാർഡിങ് ദ മോട്ടിവേഷൻ, ഈ ഒരു സൈക്കോളജിയിലേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഐ ആം ജസ്റ്റ് ക്യൂരിയസ് അബൌട്ട് ഇറ്റ്. എന്ന് വെച്ചാൽ എനിക്ക് ഈ പറയുന്ന പോലെ തന്നെ ഒരു ചിലരുടെ ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന സൈക്കോളജി എന്ന് പറയുന്നത് എനിക്ക് ഒരു റീസെൻ്റ്ലി എന്ന് പറഞ്ഞാൽ ഒരു 2 to 3 years ആയിട്ട് തുടങ്ങിയ ആ ഒരു വൺസ് വി ഗോട്ട് മെച്യൂർഡ് ദെൻ നമുക്ക് എന്താണ് ഒരു റിയലൈസേഷൻ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് അറിയാനും അതേപോലെ തന്നെ ഒരു ക്യൂരിയോസിറ്റി ഉളവാക്കി. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു PG ചെയ്താലോ എന്നുള്ളൊരു ആലോചന വന്നു. ആൻഡ് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. അങ്ങനെ PG ഞാൻ എടുത്തു. പക്ഷേ ബിക്കോസ് ഓഫ് ദ ടൈം ഷെഡ്യൂൾ ആൻഡ് ബിസി വർക്ക് ഷെഡ്യൂൾ എനിക്കത് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ബട്ട് I have to manage it. And regarding the LearnWise journey, it was beautiful because ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, ഒരു വർക്കിംഗ് പ്രൊഫഷണലിന് പറ്റുന്നൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ LearnWise പ്രൊവൈഡ് ചെയ്യുന്നത്. ബിക്കോസ് ഒരു മെൻറ്ററിങ് എപ്പോഴും ഒരു ഇൻഡിവിജ്വലിനെ ഹെൽപ്പ് ചെയ്യും. ഒരു കോച്ചിങ് എന്നുള്ള രീതിയിൽ അയാളെ കുറച്ചുകൂടെ അറിയാനും അതേപോലെ അയാളുടെ ഡിഫിക്കൽട്ടീസ്, അയാളുടെ ചലഞ്ചസ് എന്തൊക്കെയാണ് ഫേസ് ചെയ്യാനും അത് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു മെൻറ്ററിനെ എപ്പോഴും സാധിക്കുന്നുണ്ട്. സോ ഹിയർ ഓൾസോ ഐ ഗോട്ട് ദ ഓപ്പർച്യൂണിറ്റി. സോ ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ആൻഡ് പറയുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ആണെങ്കിലും ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. സോ ജസ്റ്റ് ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. ആൻഡ് റിഗാർഡിങ് ദ കരിയർ അഗെയിൻ, ഞാനൊരു ടെക്നിക്കൽ ഫീൽഡിലായതുകൊണ്ട് തന്നെ ഐ എം നോട്ട് സോ മച്ച് ഇൻട്രസ്റ്റഡ് ടു ഇറ്റ്. പക്ഷേ ഞാൻ ഈ പറയുന്ന ഡിഗ്രി എല്ലാം ടെക്നിക്കലിലായതുകൊണ്ട് തന്നെ സംഭവം ഐ എം ജസ്റ്റ് കണ്ടിന്യൂയിങ് ഇറ്റ്. ആൻഡ് ഇൻ എ ലോങ് റൺ ഞാൻ ഒരിക്കലും ഇതിൽ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇൻ എ വേ ഞാൻ ഇൻ കേസ് ഒരു നോൺ ടെക്നിക്കൽ അല്ലെങ്കിൽ സൈക്കോളജി അല്ലെങ്കിൽ ഇതിലേക്ക് പോവുകയാണെങ്കിൽ ആൻഡ് ഐ തിങ്ക് ഐ ക്യാൻ ഗോ. ആൻഡ് എനിക്ക് അങ്ങനെ പോകാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഈ ട്രെയിനിങ് അതേപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് കുറേ കൂടെ ഒരു ഇൻട്രസ്റ്റിങ്ങോ അതേപോലെ പാഷൻ ഉണ്ട്. സോ കോഴ്സ് എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ മേ ബി അത് തന്നെ ആയിരിക്കും, ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ളൊരു കൈൻഡ് ഓഫ് ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് പ്ലസ് ഒരു ട്രെയിനിങ്ങും അതേപോലെ തന്നെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് അങ്ങനെയുള്ളൊരു ആ ഒരു രീതിയിൽ പോകാനാണ് എനിക്ക് താല്പര്യം. So I'm just looking forward to it, and thank you.